സംസ്ഥാന സർക്കാരിന്റെ ആനുകൂല്യങ്ങൾക്ക് തിരിച്ചറിയൽ രേഖ ഇനി മുതൽ നേറ്റിവിറ്റി കാർഡ്. ഈ നേറ്റിവിറ്റി കാർഡിന് പൗരത്വം തെളിയിക്കാൻ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുന്ന രേഖകൾ നിർബന്ധമാണ്. കഴിഞ്ഞ കുറച്ചു ദിവസമായി നമ്മൾ കേൾക്കുന്ന നേറ്റിവിറ്റി കാർഡ് അത് എന്തിനാണ് എന്നും എന്താണ് എന്നും പരിശോധിക്കാം. നമ്മളൊക്കെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് കേട്ടിട്ടുണ്ട്. ഒരാൾ കേരളത്തിൽ തന്നെ ജനിച്ചു വളർന്ന ആളാണ് എന്ന് തെളിയിക്കാൻ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആണ് നൽകുന്നത്. ഓരോ ആവശ്യത്തിനും ഓരോ തവണയും ഇത് വാങ്ങണം. ഇതിന് പകരം സ്ഥിരമായി ഉപയോഗിക്കാനാണ് നേറ്റിവിറ്റി കാർഡ്. സംസ്ഥാന സർക്കാരിന്റെ എല്ലാ ആനുകൂല്യങ്ങൾക്കുമുള്ള ഒറ്റ തിരിച്ചറിയൽ രേഖയായി ഇത് വിപുലീകരിക്കാനാണ് തീരുമാനം. നേറ്റിവിറ്റി കാർഡ് ഉയർത്താൻ പോകുന്ന വിമർശനങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. ഇത് വിഘടനവാദം എന്ന വിമർശനം ശക്തമായി ഉയർത്താൻ സാധ്യതയുണ്ട്. സംഘപരിവാർ അടങ്ങിയിരിക്കില്ല. നിലവിലുള്ള വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണോ എന്ന സംശയവും ശക്തം. ഈ വിഷയം BJP കുത്തിപ്പൊക്കിയാൽ രാജ്യസ്നേഹികളുടെ വോട്ട് അവർക്ക് കൂടും. കേരളത്തിൽ BJPക്ക് സമരക്കാറ്റും വളവും ഇടും ഈ തീരുമാനം. പള്ളിക്കുള്ളിൽ കുരിശുപള്ളി, ശ്രീകോവിലിനുള്ളിൽ ക്ഷേത്രം പണി എന്നൊക്കെ പറയുന്നത് പോലെ അല്ലേ ഇത് എന്നാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നത്. ഇന്ത്യയിൽ പൗരത്വം തീരുമാനിക്കാനും തിരിച്ചറിയലിനും നിലവിൽ ആധാറുണ്ട്, വോട്ടർ കാർഡുണ്ട്, കൂടാതെ പാൻ കാർഡുണ്ട്, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്. ഇതിനെയൊക്കെ അവഗണിച്ച് കേരളത്തിന് സ്വന്തമായ ID കാർഡ് എന്തിന് ദുരൂഹമാവുകയാണ്. കേരളം പൊതുധാരയിൽ നിന്നും മാറുമോ എന്ന ചോദ്യവും ഉയർന്നു. ഇനി മലയാളികൾ ഈ കാർഡുമായി മറ്റ് സംസ്ഥാനത്ത് ചെന്നാൽ എന്താകും അവസ്ഥ? ഇനി കേരളം മലയാളികൾക്ക് സ്വന്തമായി കാർഡ് നൽകാൻ ഇതെന്താ മറ്റൊരു രാജ്യമാണോ? കേരളം ഇങ്ങനെ ദേശീയ തിരിച്ചറിയൽ കാർഡുകൾ ഉള്ളപ്പോൾ എന്തിനാണ് സ്വന്തമായി ഒരു കാർഡ് ഇറക്കാൻ തുനിയുന്നത്? ദുരൂഹതകളാണിത്. കേരളം ഭരിക്കുന്ന പിണറായി എത്ര കാർഡ് ഇറക്കിയാലും ഈ കാർഡ് ഉപയോഗിച്ച് ഒരാളെ പോലും ഇലക്ഷൻ പട്ടികയിൽ കയറ്റാൻ ദില്ലിയിലിരിക്കുന്ന ഇലക്ഷൻ കമ്മീഷന്റെ ആളുകൾ അനുവദിക്കില്ല. ഒരു കേന്ദ്ര സർക്കാർ ജോലിയും മിലിറ്ററി പ്രവേശനവും ഈ കാർഡ് കൊണ്ട് കിട്ടില്ല. ഒരു പൗരത്വം തെളിയിക്കുന്ന രേഖയായും കേന്ദ്ര സർക്കാർ ഇതിനെ അംഗീകരിക്കില്ല. പിന്നെയോ കുറച്ച് ഓഫീസ് വർക്കും മറ്റുമായി നേറ്റീവ് കാർഡ് എന്ന പേരിൽ 100 കണക്കിന് കോടികൾ വകമാറും. ഖജനാവിലെ പണമെടുത്ത് നേറ്റീവ് കാർഡ് ഇറക്കി അതും കടത്തിലേക്ക് കൂട്ടും. ജനങ്ങൾക്ക് നേറ്റിവിറ്റി കാർഡ് നൽകുന്ന ആദ്യ സംസ്ഥാനമാകാൻ പോവുകയാണ് കേരളം. കേരളത്തിന് പുറത്ത് ഇതിന് എത്രത്തോളം നിയമസാധുത ഉണ്ടാകും എന്നത് തർക്ക വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഈ കാർഡിന്റെ പ്രയോജനം സംസ്ഥാന സർക്കാരിന്റെ ആനുകൂല്യങ്ങൾക്ക് മാത്രമായി പരിമിതപ്പെടാം എന്നാണ് നിയമവൃത്തങ്ങൾ വിലയിരുത്തുന്നത്. ആർക്കൊക്കെ അപേക്ഷിക്കാം എന്ന് നോക്കാം. കേരളത്തിൽ ജനിച്ച എല്ലാവർക്കും അപേക്ഷിച്ച് കരസ്ഥമാക്കാവുന്ന കാർഡാണ് നൽകാൻ പോകുന്നത്. അതിനായി K-സ്മാർട്ട് തുടങ്ങിയ ആപ്പുകൾ സജ്ജമാക്കും. കേരളത്തിനകത്തെ പരീക്ഷകൾക്ക്, നിയമനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ അംഗീകരിച്ചാൽ ഈ കാർഡ് മതി. സൈനിക വിഭാഗങ്ങളിലേക്കുള്ള നിയമനത്തിന് അവർ നിർദ്ദേശിക്കുന്ന പ്രത്യേക ഫോർമാറ്റിലാണ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ഹാജരാക്കേണ്ടത്. സൈനിക നിയമനങ്ങളുടെ കാര്യത്തിൽ നിലവിലെ സ്ഥിതി തന്നെ തുടരേണ്ടി വരും. ഇനി മറ്റൊരു ചോദ്യം, പൗരത്വത്തിന് ഈ കാർഡ് മതിയോ? ഇന്ത്യൻ പൗരത്വം തെളിയിക്കാൻ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുന്ന രേഖകൾ തന്നെ ഹാജരാക്കേണ്ടി വരും. പൗരത്വം തെളിയിക്കാനുള്ള രേഖയായി ഈ കാർഡിനെ കണക്കാക്കണമെങ്കിൽ അത് കേന്ദ്ര സർക്കാർ അംഗീകരിക്കുകയും കേന്ദ്ര സർക്കാർ നിഷ്കർഷിക്കുന്ന രേഖകളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്നതുമായിരിക്കണം. നേറ്റിവിറ്റി കാർഡ് ഏതൊക്കെ രേഖകൾ വിലയിരുത്തിയാണ് നൽകുന്നത് എന്ന നിയമനിർമ്മാണത്തിലേ വ്യക്തമാവുകയുള്ളൂ. കാർഡ് നൽകുന്നത് എന്തിന് എന്ന ചോദ്യം ബാക്കിയാണ്. കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലൊന്നാണ് പൗരത്വ രജിസ്റ്റർ NRC നടപ്പാക്കുന്നത്. ഭാവിയിൽ കേരളത്തിലും അത് നടപ്പാക്കുമ്പോൾ ഏതെങ്കിലും കാരണവശാൽ പട്ടികയിൽ പെടാതെ പോകുന്നവർക്ക് സംസ്ഥാനത്തെ ആനുകൂല്യങ്ങൾ മുടങ്ങരുത്. അത് മുടങ്ങാതിരിക്കാൻ തിരിച്ചറിയൽ രേഖയായി ഈ കാർഡ് പ്രയോജനപ്പെടുത്താം എന്നാണ് സർക്കാരിന്റെ വാദം. കേരളത്തിൽ ജനിച്ചു വളർന്ന ആളാണെന്ന് സംസ്ഥാന സർട്ടിഫിക്കറ്റിന്റെ കാർഡ് കയ്യിലുണ്ടെങ്കിൽ പൗരത്വം നിയമപരമായി അവകാശപ്പെടാം എന്ന വാദമുണ്ട്. അതാണ് ഈ ആശയത്തിന് പിന്നിൽ നിൽക്കുന്ന രാഷ്ട്രീയമായി ചൂണ്ടിക്കാണിക്കുന്നത്. നേറ്റിവിറ്റി കാർഡിന്റെ ഡാറ്റാബേസിൽ ഡ്രൈവിംഗ് ലൈസൻസ്, കാരുണ്യ പോലുള്ള പദ്ധതികളുടെ ID, മറ്റ് വകുപ്പുകളിൽ നിന്നുള്ള അടിസ്ഥാന രേഖകളിലെ വിവരങ്ങൾ ഉൾപ്പെടുത്താൻ സർക്കാർ ആലോചിക്കുന്നതായി അറിയുന്നു. ഡിജി ലോക്കറിൽ ഈ കാർഡ് ചേർക്കാൻ സാധിക്കും. പൗരത്വത്തിന് കേന്ദ്ര സർക്കാർ വ്യവസ്ഥ ചെയ്യുന്ന രേഖകൾ നിർബന്ധം തന്നെയാണ്. സംസ്ഥാന സർക്കാരിന്റെ ആനുകൂല്യങ്ങൾക്ക് തിരിച്ചറിയൽ രേഖയായി നേറ്റിവിറ്റി കാർഡ് നൽകാം. അതിന് നിയമം പോലും വേണ്ട. ഒരു ഉത്തരവിലൂടെ അത് നടപ്പാക്കാം. പൗരത്വം സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ വ്യവസ്ഥ ചെയ്യുന്ന രേഖകൾ ഹാജരാക്കേണ്ടിയും കേന്ദ്രത്തിന്റെ രീതികൾ അവലംബിക്കേണ്ടിയും വരും. കേരളീയനാണ് എന്നതിന്റെ ആധികാരിക രേഖ, ഒരാൾ കേരളീയനാണ് എന്നതിന്റെ ആധികാരിക രേഖയായി ഇത് ഉപയോഗിക്കാം. കേരളം ഇന്ത്യക്കകത്താണ്. കേരളീയനായ ഒരാൾ ഇന്ത്യക്കാരനുമായിരിക്കും. അവിടെ ജനിച്ചു വളർന്നവർക്ക് പോലും പൗരത്വം സംബന്ധിച്ച ആശങ്കകളുണ്ട്. ഇത്തരം ആശങ്കകൾ പരിഹരിക്കുന്നതിനുള്ള ആധികാരിക രേഖയായാണ് നേറ്റിവിറ്റി കാർഡ് വിഭാവനം ചെയ്യുന്നത്. എന്തായാലും ഇത് നിയമ സംവിധാനങ്ങൾക്ക് മുന്നിൽ സാധുത ഉള്ളതായി മാറും എന്ന വിലയിരുത്തലുകളും ഇതിനൊപ്പം കേൾക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.